ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും തമിഴിൽ കണ്ട പോലെ എൻ്റെ വീട്ടിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു, അതായത് അത്യാവശ്യം നല്ല മഴയുള്ള ഒരു ടൈമിലായിരുന്നു കേട്ടോ ഞാൻ എടുത്തു വെച്ചിരുന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു മഴ തോർന്ന ഒരു ടൈമായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മഴ തുടങ്ങിയിട്ടാ. ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് മഴ തന്നെയായിരുന്നു. അപ്പോൾ ഇത് വോയിസ് ഓവർ എടുക്കാനും പോസ്റ്റ് ചെയ്യാനുള്ള മടിയതായതുകൊണ്ട് അങ്ങനെ നീട്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും രാവിലത്തെ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ മഴ ഉണ്ടായപ്പോൾ മുറ്റത്തൊന്നും സിറ്റ് ഔട്ടിലൊന്നും വന്നിരുന്നതായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് നല്ല ഓട്ടടയും ചെറുപയർ കറിയുമാണ് കേട്ടോ ഒന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ സിറ്റ് ഔട്ടിൽ വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി മഴ പെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മഴ പെയ്തിട്ട് സിറ്റ് ഔട്ടിലോട്ടൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതായത് കാറ്റ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സിറ്റ് ഔട്ടിലൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ മഴ പെയ്യുമ്പോഴൊന്നും വെള്ളം വീഴാറില്ല. പക്ഷേ ഈ സൈഡിൽ ആയതുകൊണ്ട് കാറ്റ് നല്ലോണം വരുമ്പോൾ ചീറ്റിൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോളെ ഒരുക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്കൊന്ന് സ്കൂളിലെ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതവളെ യൂണിഫോം വെച്ചാൽ അവർക്ക് കറാട്ടുള്ള ദിവസത്തെ അന്നത്തെ യൂണിഫോമാണ് കേട്ടോ. അല്ലാതെ റെഗുലറായിട്ട് യൂണിഫോം ഇട്ട് പോകാറായിട്ടില്ല. യൂണിഫോം ഒന്നും കാര്യമൊന്നും സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല വർത്തായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെ നമുക്ക് കുട്ടികൾക്കുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ അത് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ അവളെ ഇഷ്ടത്തിന് വാങ്ങിയതായിരുന്നു അത്. അപ്പോൾ അവളെ പറഞ്ഞയച്ചു. പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ മറന്നു പോയിട്ടാ. ഫോണ് കളിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ സമയം ഉണ്ടായിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ചോറും നമ്മളാണ് വിചാരിച്ചത് ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ചോറും പിന്നെ കുറച്ച് മുരിങ്ങൻ്റെലയും ചക്കക്കുരും കൂടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള അച്ചാറ് കുറച്ചധികം ഇട്ടാൽ നല്ലതാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് അച്ചാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ചോറ് അവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മീൻ പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഇരുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്തിങ്ങനെ ഈ ഒരു ടൈമിൽ ലൈറ്റ് ഇല്ലാതെ അകത്ത് ഭയങ്കര ഇരുട്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുന്നായിട്ടാണ് ഉമ്മ ഇവിടെയൊക്കെ തുടച്ച് പോയത്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, അകത്ത് ഫുള്ള് വെള്ളമായ പോലെയാണ് കേട്ടോ. അതായത് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഉണങ്ങാൻ ടൈം കിട്ടിയിട്ടില്ല, പുറത്ത് മഴ പെയ്യില്ലേ. അപ്പോൾ ഈർപ്പുണ്ടായതുകൊണ്ട് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഈ പ്രാവശ്യത്തെ മഴ നല്ല കാറ്റോട് കൂടിയിട്ടായതുകൊണ്ട് അകത്ത് നല്ലോണം ചീറ്റിലടിക്കുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ ഒരു ഷോർട്ട്സ് ഇട്ടിരുന്ന് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, ഈ സംഭവം ഇതാണ് കേട്ടോ. മഴ വന്നിട്ടുള്ള ചീറ്റിലോണ്ടാണ്, അല്ലാതെ ഇവിടെ വെള്ളമൊന്നും കയറുന്ന പ്രശ്നമില്ല കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഫുള്ള് ഫുഡ് കഴിക്കുന്നതാണല്ലോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഇതൊക്കെ തന്നെ എടുക്കാണ്ടാവുള്ളൂ കേട്ടോ. ഒന്നാമത് അതാണ് വീഡിയോ എടുക്കാനുള്ള മടി. പിന്നെ ഈവനിങ് ആയപ്പോൾ നല്ല ഉള്ളിവടയും പാൽച്ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അതായത് എടുക്കാനൊരു കണ്ടന്റ് വേണ്ട, അതിവിടെ വന്നാൽ കിട്ടൂല. പിന്നെ ഈ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുക തിന്നണം, അതൊക്കെ തന്നെ വീഡിയോ എടുക്കാണ്ടാവുള്ളൂ. പിന്നെ ഈവനിങ് മോള് വന്നതിന് ശേഷം പിന്നെ ഓൾക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ അതവിടെ ഓളെ കൊണ്ട് ഞാൻ എഴുതിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങയിൽ മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് പുറത്ത് വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും രാത്രി ഞങ്ങൾ നല്ലോണം മൈലാഞ്ചി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല ഊരി കൊടുന്നിട്ട് അത് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഇത് ശരിക്കും അമ്മിമേലിട്ടിട്ടൊക്കെയാണ് അരക്കൽ, ഞങ്ങളിത് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചോക്കട മൈലാഞ്ചി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇല ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതായിരുന്നു. ഒരു 4-5 ദിവസമായിക്കണേ ഇല ഫ്രിഡ്ജിൽ ഇരിക്കൽ തുടങ്ങിയിട്ട് അത് അരച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും മൈലാഞ്ചി ഇട്ടുള്ള പുതിയുണ്ട്. പിന്നെ അരച്ച മൈലാഞ്ചി കുറേ ഇട്ടിട്ടുണ്ടാവും. മറ്റേത് മൈദ മൈലാഞ്ചിയൊക്കെ ഇട്ടുണ്ടാക്കുന്നല്ലാതെ അരച്ച മൈലാഞ്ചി കുറേ ആയിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ മിക്സിയിലിട്ട് അരച്ചതായിരുന്നു. അപ്പോൾ ഞാനതൊരു ചെറിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കൈ കൊണ്ട് എടുത്തിട്ട് ആക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. അതായത് കയ്യിലൊക്കെ ഒന്നായിട്ടാവും. ഇതിപ്പോൾ ഒരു വിരലുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ആക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലോണം ചോക്കുന്ന മൈലാഞ്ചിയാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് കൈ ഇട്ടുകൊണ്ട് അതിലേക്ക് ആക്കൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയാണ് അത് പിന്നെ മുഴുവൻ തുടച്ച ആ പാത്രത്തിലോട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി അതിൻ്റെ ശേഷം ഞങ്ങളിത് കയ്യിലിട്ട് മോളെ കയ്യിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട്
പിന്നെ കവറിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മേത്ത്ക്കാവണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താഴെയുള്ള ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ.